സുജമാമയുടെ കൂടെ പോയി നിന്നോളെ. ആ പേര് കേട്ടപ്പോൾ തന്നെ അവന്റെ മനസ്സിൽ നിന്ന് പുഞ്ചിരിച്ചു. സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. ആ നോട്ടവും ആ വടിവുമെല്ലാം ഒരു ആനച്ചന്തം എന്നൊക്കെ പറയില്ലേ, അത് തന്നെയായിരുന്നു മാമി. പിന്നെ ആ കുലുക്കി കുലുക്കിയുള്ള നടത്തം അവന്റെ മനസ്സിലേക്ക് ഓടി വന്നു. അമ്മ വീണ്ടും പറഞ്ഞു, അവളുടെ അടുത്ത് പോയി നിന്നോ, അങ്ങോട്ട് പോയാ അവൾക്കൊരു കൂട്ടുമായിക്കോളും. പിന്നെ എനിക്ക് ഇവിടെ ഒരു സമാധാനവും ഉണ്ടാവും നിന്റെ കാര്യത്തിൽ. നിനക്ക് വാടക കൊടുക്കേണ്ടിയും വരില്ലല്ലോ. മാമിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഒരു 5 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ് അവന്റെ മനസ്സിലേക്ക് കടന്നു വരാറുള്ളത്. മാമനും മാമിയും കൂടെ കഷ്ടപ്പെട്ട് പണിത ആ പുതിയ വീട്ടിൽ അവരുടെ ഏക മകന്റെ വിവാഹമായിരുന്നു. അന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകാൻ ഒരുപാട് സമയമെടുത്തു. അവസാനം അവർ കുടുംബക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് രാത്രി മാമി ഒതുക്കലൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ കയറി. ബാക്കി എല്ലാവരും ക്ഷീണം കൊണ്ട് നേരത്തെ കിടന്നിരുന്നു. ചെക്കനും പെണ്ണും പെണ്ണിന്റെ വീട്ടിലായിരുന്നു. അപ്പവും ക്ഷീണം കാരണം ഉറങ്ങാൻ കിടന്നതായിരുന്നു. പക്ഷേ അതിനിടയിൽ ഒന്ന് മുള്ളാൻ മുട്ടിയപ്പോൾ അവൻ എണീറ്റ് വന്നതാണ്. അപ്പോഴാണ് പെട്ടെന്ന് കുളിമുറിയിൽ നിന്നും ഒരൊച്ച കേട്ടത്. അത് മാമിയുടെ ശബ്ദമാണെന്ന് അവന് പെട്ടെന്ന് മനസ്സിലായി. അവൻ വേഗം അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. അവൻ ചെന്ന് നോക്കിയപ്പോൾ ബാത്റൂമിലെ വാതിൽ കുറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൻ ചെന്ന് തുറന്നതും മാമി നിലത്ത് കിടന്ന് പിടയുകയായിരുന്നു, എണീക്കാൻ പറ്റാതെ. അവൻ വേഗം ചെന്ന് പിടിച്ചു, എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. പിന്നെയാണ് അവൻ ശ്രദ്ധിച്ചത്, അവരിൽ ഒരു ടവൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേദനിക്കുന്നപ്പോ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ആ വേദനിക്കുന്ന കാലുകളും ടോമെല്ലാം അവൻ തടവിക്കൊടുത്തു. മാമിയുടെ ഭർത്താവ് ഒരു ബിസിനസ്സുകാരനായിരുന്നു. എപ്പോഴും ലോകം ചുറ്റലാണ് ആളുടെ പണി. ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും ആളുടെ ബിസിനസ് തുടങ്ങണമെന്ന് ഒരു ലക്ഷ്യം മാത്രമേ ആൾക്കുള്ളൂ. വീട്ടിലേക്ക് വരണമെന്ന ഒരു ചിന്തയും അങ്ങേർക്കുണ്ടായിരുന്നില്ല. ഇപ്പൊ കല്യാണമായതുകൊണ്ട് മാത്രമാണ് ഇത്ര ദിവസം നിന്നത് തന്നെ. മകന്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് അയാൾ വേഗം തന്നെ നാട് ചുറ്റാൻ പോയി. മാമൻ പോയാൽ പിന്നെ മാസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുള്ളൂ. ചിലപ്പോ വർഷങ്ങളും ആകാറുണ്ട്. അതിൽ മാമിക്ക് വല്ലാത്തൊരു അമർഷമുള്ളതായി അവന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അവൻ അവിടെ നിന്ന് പോയതിനു ശേഷം മാമി ഇടയ്ക്കിടയ്ക്ക് അവനെ വിളിക്കാറുണ്ടായിരുന്നെങ്കിലും അങ്ങോട്ട് പോയി വന്നതിന് ശേഷം മാമിയുടെ സംസാരത്തിൽ മാറ്റങ്ങൾ ഉണ്ടെന്ന് അവന് മനസ്സിലായി. ആദ്യമൊക്കെ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചതിന് ശേഷമാണ് അവനെ വിളിക്കാറുള്ളത്. പക്ഷെ ഇപ്പോ അവനെ നേരിട്ട് വിളിക്കും, അതും രാത്രി സമയങ്ങളിൽ. മോനെ, കുട്ട എന്നൊക്കെ വിളിച്ചാണ് മാമി സംസാരിക്കുന്നത്. അത്തരം ഫോൺ വിളികൾ തുടർന്നപ്പോൾ അവനും അതിൽ ലയിച്ചുകൊണ്ടിരുന്നു. മാമിയുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് അവനും പെരുമാറി. പിന്നെ മാമിയെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ലല്ലോ. കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ലെങ്കിൽ അത് കിട്ടാൻ ആരും കൊതിച്ചു പോവും. അവന്റെ ആ പ്രായത്തിൽ അവൻ ആ വാക്കുകൾ ഏറെ ആസ്വദിച്ചു. അവർ ഒരുപാട് അടുത്തു. കണ്ണിൽ കണ്ട് സുഖിച്ചതൊക്കെ നേരിൽ കാണാനും അനുഭവിക്കാനും അവർ കൊതിച്ചു. അങ്ങനെ ഒരു നല്ല നിമിഷത്തിനായി അവർ കാത്തിരിക്കുകയായിരുന്നു. പിന്നെ അമ്മ വിളിച്ചപ്പോഴാണ് അവൻ ആ ചിന്തകളിൽ നിന്നും ഉണർന്നത്. എന്താണ് ആലോചിക്കണേ? നീ പോണില്ലേ മാമിയുടെ അടുത്തേക്ക്? നിന്നെയും കൊണ്ട് ചെല്ലാൻ വിളിക്കുമ്പോഴൊക്കെ മാമി പറയും. അതുകൊണ്ടാ അവിടെ നിന്നോളാൻ പറഞ്ഞേ. ആ പോവാ, അമ്മ പറഞ്ഞിട്ട് ഇനി കേട്ടില്ലെന്ന് വേണ്ട. എന്നാ ഞാൻ സുജയെ വിളിച്ച് പറയട്ടെ? വേണ്ട, ഞാനൊരു സർപ്രൈസ് ആയിട്ട് പോവാം. ആ, അതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷെ അവിടെ പോയി മാമിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മ. ആ, എന്നാ നാളെ തന്നെ പോവാൻ തയ്യാറായിക്കോ. പിറ്റേ ദിവസം തന്നെ അവൻ ബാഗും പാക്ക് ചെയ്ത് ഇറങ്ങി. ട്രെയിനിലാണ് അവൻ പോയത്. മാമിയുടെ വീട്ടിലെത്തിയതും അവൻ ബെല്ലടിച്ചു. എന്നിട്ട് ഒളിച്ചു നിന്നു. മാമി വന്ന് വാതിൽ തുറന്നു നോക്കി. ആരെയും കണ്ടില്ല. അവർ ചുറ്റുപാടുമൊക്കെ നോക്കി നിൽക്കുമ്പോൾ അവൻ പെട്ടെന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് മാമിയുടെ മുന്നിലേക്ക് ചാടിക്കൊണ്ട് അവരെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. ഞെട്ടിവിറച്ചു പോയി നിന്നു മാമി. അവനെ കണ്ടതും, ആ അപ്പു നീയോ? ഇതെന്താ പെട്ടെന്ന് ഒന്നും പറയാതെ? എന്തിനാ പറയുന്നേ? എനിക്ക് എന്റെ ചുന്ദരിയെ കാണണമെന്ന് തോന്നി, അപ്പോ ഞാൻ അങ്ങോട്ട് പോന്നു. പോടാ കള്ള, നുണ പറയാതെ. അല്ലാതെ സത്യം. മാമി ചുണ്ടുകൾ കടിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി. നിലത്ത് നാണിച്ച് കളം വരയ്ക്കാൻ തുടങ്ങി. വാടകുട്ട, അകത്തേക്ക് പോകാം. നീ എന്നാ പോവാ? ഞാൻ പോണില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. മാമിക്ക് മടുക്കുന്നവര്. എനിക്ക് മടുക്കാനോ? നീ എന്റെ മുത്തല്ലേടാ. നിന്നെ എങ്ങനെ ഒന്ന് കിട്ടാൻ എത്ര നാളായി കാത്തിരിക്കുന്നറിയോ? എനിക്കറിയാലോ. അതെ, എനിക്കിവിടെ ഒരു കമ്പനിയിൽ ജോലി കിട്ടി. അപ്പോ ഇവിടെ നിൽക്കാമെന്ന് കരുതി. ആണോ? ഓ, എനിക്ക് സന്തോഷായിടാ കുട്ട. നീ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവടാ ആദ്യം. എന്റെ റൂമിൽ തന്നെ പൊക്കോ. അവിടെ ബാത്റൂമിൽ തോർത്തും സോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അപ്പോഴേക്കും നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം. മാമി ഇപ്പൊ ഒന്നും ഉണ്ടാകാൻ നിൽക്കണ്ട, എന്തെങ്കിലും ഓർഡർ ചെയ്താൽ മതി. അവൻ മാമിയുടെ നല്ല മണമുള്ള സോപ്പിട്ട് കുളിച്ചു. കുളി കഴിഞ്ഞ് മാമിയുടെ തോർത്തെടുത്ത് തോർത്തി. അത് തന്നെ അരയിൽ ചുറ്റിക്കൊണ്ട് പുറത്തു വന്നപ്പോൾ മാമി അവന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് കയ്യിൽ അവനായി കരുതിയിരുന്ന മുണ്ടെടുത്ത് അവന് നേരെ നീട്ടിയില്ല. പകരം അവനത് ചുറ്റിക്കൊടുത്തു. വൈശാലിയിലെ ഋഷ്യശൃംഖനെ പോലെ അവൻ കണ്ണുകൾ അടച്ച് കോഴി ധരിച്ചു നിന്നുപോയി. പെട്ടെന്നാണ് ആ കോളിംഗ് ബെൽ കേട്ടത്. അപ്പോഴാണ് അവർ ആ മൂഡിൽ നിന്നും ഉണർന്നത്. ഞാൻ നോക്കട്ടെ കേട്ടോ, അത് ചിലപ്പോ ആ ഫുഡ് ഡെലിവറിക്ക് വന്നതാവും. മാമി ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അതവർ പരസ്പരം വിളമ്പി പരസ്പരം വാരി കൊടുത്ത് കഴിച്ചു.
പിന്നെ കുറച്ചു നേരം അവർ പുറത്തെ ലോണിൽ പോയിരുന്നു. നല്ല കുളിരുന്ന മഞ്ഞിൽ അവർ ചൂട് പകർന്നുകൊണ്ടിരുന്നു. പിന്നെ രാത്രി കുറെ നീങ്ങിയപ്പോൾ അവർ അകത്തേക്ക് പോയി. ആ രാത്രി ഒരിക്കലും മറക്കാൻ കഴിയാത്ത രീതിയിൽ അവർ ആഘോഷിച്ചു. പിന്നീടുള്ള എല്ലാ രാത്രികളിലും അവർ ഒരു മടുപ്പുമില്ലാതെ അവർ അത് ആഘോഷിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അടിച്ചുപൊളിച്ച് ആനന്ദത്തോടെ പോയിരുന്ന അവരുടെ ആ ജീവിതത്തിലേക്കാണ് ഒരു ഇടുത്തി പോലെ ആ ആംബുലൻസ് ആ രാത്രി വന്നത്. പുറത്തുനിന്ന് ആംബുലൻസ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ മാമി പുറത്തേക്ക് പോയി നോക്കി. അതിൽ നിന്നും സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ട് ഒരാളെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ആളെ കണ്ട് മാമി ഞെട്ടി വിറച്ചു. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ മാമി പകച്ചു നിന്നു. പിന്നാലെ അവൻ വന്ന് നോക്കിയപ്പോൾ അത് മാമനായിരുന്നു. ഒരാഴ്ച മുന്നേ പറ്റിയ ഒരു ആക്സിഡന്റ്. ശരീരം ആകെ തളർന്നു പോയിരിക്കുന്നു. വീട്ടിലേക്കുള്ള വരവായിരുന്നു അത്. വഴിയിൽ വെച്ച് പറ്റിയ ആക്സിഡന്റിൽ ആരൊക്കെയോ ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞതിനു ശേഷമാണ് മാമനും ബോധം വന്നത്. അങ്ങനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇനി ഇതിൽ നിന്നും ഒരു റിക്കവറി ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർ വിധി എഴുതിയിരിക്കുന്നു. മാമന് ബോധം വന്നപ്പോൾ ആദ്യം വിളിച്ചത് മാമന്റെ മാനേജറെ ആയിരുന്നു. അദ്ദേഹമാണ് ഡിസ്ചാർജ് ചെയ്തതും ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതും. മാമിയെ അറിയിക്കേണ്ടെന്ന് മാമൻ പറഞ്ഞതുകൊണ്ട് ആരും അറിയിച്ചതുമില്ല. മാമന്റെ മാനേജർ തന്നെയാണ് ഇതെല്ലാം പറഞ്ഞത്. മാമന്റെ ആ കിടപ്പ് കണ്ട് മാമിക്ക് സഹിക്കാനായില്ല. മാമി അലമുറയിട്ട് കരഞ്ഞു. പിന്നെ അപ്പുവിന്റെ മുഖത്ത് നോക്കാനോ അവനെ സ്നേഹിക്കാനോ മാമിക്ക് കഴിഞ്ഞില്ല. മാമിയുടെ അവസ്ഥ ഉൾക്കൊള്ളാൻ അപ്പുവിന് കഴിഞ്ഞു. കാരണം ഇനി മാമനെ ഒരു താങ്ങായും തണലായും മാമി മാത്രമേ ഉള്ളൂ. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് അവൻ അവിടെ നിന്നും ഹോസ്റ്റലിലേക്ക് മാറുകയായിരുന്നു. ഇനി മാമിക്കൊരു ബുദ്ധിമുട്ടായി മാറാതിരിക്കാൻ മാമിയോട് അവൻ പറഞ്ഞു എന്തു സഹായത്തിനും വിളിക്കണമെന്ന്. അങ്ങനെ മാമിയുടെ നല്ലൊരു അനന്തരവനായി അവൻ മാറിക്കഴിഞ്ഞിരുന്നു. ചില ബന്ധങ്ങൾ അത് അങ്ങനെയാണ്. ആ ബന്ധങ്ങളെ നമ്മൾ എത്ര കണ്ട് സ്നേഹിച്ചാലും അത് അധികകാലം നീണ്ടു നിൽക്കണമെന്നില്ല. വഴിയിൽ പൊഴിഞ്ഞു പോകും. ആ അവസ്ഥയെ മനസ്സിലാക്കി മുന്നോട്ട് തന്നെ പോകണം. അല്ലാതെ തളർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ തോറ്റുപോകും. എല്ലാവർക്കും ഈ പുതിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ബൈ, താങ്ക് യു.